ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും തന്നെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തേക്ക് ചില ആപ്ലിക്കേഷൻസൊക്കെ വന്നിട്ടും ചിലതെല്ലാം നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് അനുസരിച്ചായിരിക്കും ഓരോ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്തേക്ക് ഇങ്ങനെ പെൻഡിങ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കാറുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ആ സാഹചര്യം വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമുക്കിതെങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ, എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കണിലും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്ന സമയത്തേക്ക് നമ്മുടെ ജിമെയിൽ ID-യുടെ ഒരു ഐക്കൺ നമുക്കവിടെ മുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ക്ലിക്ക് ചെയ്യുന്ന സമയത്തേക്ക് നമുക്കിങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് ഓപ്ഷനായ മൈ ആപ്സ് ആൻഡ് ഗെയിംസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഒരു പേജ് ഓപ്പണായി കിട്ടുന്നതായിരിക്കും. ഇവിടെ ഇൻസ്റ്റാൾഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ മൊബൈലിൽ 62% വരെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇനിയും കുറേ ആപ്ലിക്കേഷൻസൊക്കെ വന്ന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഇതേപോലെ സ്റ്റോറേജ് എത്രയുണ്ടെന്നുള്ളത് ഫസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. 100% യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ മൊബൈലിനെ ഒന്ന് ക്ലീൻ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ പുതിയ ആപ്ലിക്കേഷൻ എടുക്കുക. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷന് വന്നിട്ട് റീഫ്രഷ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് സ്പേസ് ഉണ്ടായിട്ട് നമ്മുടെ ആപ്സ് ഒന്നും ഇൻസ്റ്റാൾ ആവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. അപ്പോൾ ഇത് നിങ്ങൾ അടുത്ത സെക്കൻഡ് വൺ എന്നുള്ളത് ഒന്ന് നോക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരുടെ മൊബൈൽ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ അവിടെ എനേബിൾ ആയിരിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്തേക്ക് നമ്മുടെ മൊബൈൽ ആപ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസ്, അതായത് ലിസ്റ്റ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് കുറച്ച് താഴോട്ട് നോക്കാം. അപ്പോൾ ഇവിടെ 2 ആപ്ലിക്കേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഗൂഗിൾ പ്ലേ സർവീസ് എന്നും ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്നും പറഞ്ഞിട്ട് 2 ഓപ്ഷൻ നമുക്കിവിടെ കാണുന്നുണ്ട്. ഇതിൽ ഗൂഗിൾ പ്ലേ സർവീസ് എന്നുള്ള ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കവിടെ ക്ലിയർ കേസ് കൊടുത്ത് അതിനെ ഒന്ന് ക്ലീൻ ചെയ്യാം. അതിനുശേഷം ബാക്ക് അടിച്ച് വന്നിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ഇതുപോലെ തന്നെ സ്റ്റോറേജ് എടുക്കുക. സ്റ്റോറേജ് എടുത്തതിന് ശേഷം ക്ലിയർ സ്റ്റോറേജും ക്ലിയർ കേസും കൊടുത്ത് നമുക്കതിന് റീഫ്രഷ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ റീഫ്രഷ് ആകുന്ന സമയത്തേക്ക് നമ്മുടെ പ്ലേ സ്റ്റോറും വന്നിട്ട് അവിടെ റീഫ്രഷായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻസ് അവിടെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എനിക്ക് കമൻറ്റ് മുഖേന രേഖപ്പെടുത്താം. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ താഴെ തന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കണിൻ്റെ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക്